നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യം കിട്ടിയതോടുകൂടി ഒന്നാം പ്രതിയായ പൾസർ സുനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനുള്ള അടുത്ത നിയമ നടപടികളിലേക്ക് പോവുകയാണ്. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് കിട്ടിയെങ്കിലും ജാമ്യ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനിക്കുന്നത് വിചാരണ കോടതിയാണ്. അതിനാൽ തന്നെ വിചാരണ കോടതിയെ ഉടൻ തന്നെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പൾസർ സുനി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് വിചാരണ കോടതിയെ സമീപിക്കുക. വിചാരണ കോടതി തീരുമാനിക്കുന്ന വ്യവസ്ഥകളോടെ ജാമ്യം നൽകണമെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസമാണ് ഉത്തരവിട്ടത്. ഡാനി പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതോടെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് പുറത്തേക്കെത്താനുള്ള ഒരു ശ്രമങ്ങളുമായിട്ട് പൾസർ സുനിയുടെ ഒപ്പമുള്ള അഭിഭാഷകരടക്കം മുന്നോട്ട് പോവുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. നിലവിൽ സുപ്രീം ുള്ള നടപടികൾക്കായിട്ട് വിചാരണ കോടതിയെ സമീപിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം പ്രോസിക്യൂഷൻ ഈ ജാമ്യ വ്യവസ്ഥകൾ അല്ലെങ്കിൽ ജാമ്യം അനുവദിക്കുമ്പോൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ജാമ്യം അനുവദിക്കുമ്പോൾ ഇതിന് വ്യവസ്ഥകൾ കർശനമാക്കണമെന്നുള്ള ഭാഗവും ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിനും പ്രോസിക്യൂഷന്റെ വിചാരണ കോടതിയെ തന്നെ സമീപിച്ചുകൊണ്ട് വിചാരണ കോടതി തീരുമാനിക്കുന്നതനുസരിച്ചുകൊണ്ട് നടപടികൾ മുന്നോട്ട് പോകാനാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുള്ളത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ തന്നെയും ഇത് പരിഗണനയിലേക്ക് വരും. ജാമ്യം അനുവദിച്ച കാര്യമടക്കം വിചാരണ കോടതിയിൽ ബോധ്യപ്പെടുത്തും. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ അവരുടെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതോടൊപ്പം കർശനമായ ജാമ്യ വ്യവസ്ഥകൾ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. നേരത്തെ ഏതാണ്ട് 10 തവണയോളം ഹൈക്കോടതിയിലടക്കം പൾസർ സുനി മുൻകൂർ ജാമ്യം വേണമെന്നുള്ള ആവശ്യവുമായിട്ട് എത്തിയിരുന്നു. വിചാരണ നീണ്ടുപോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് 2 തവണ സുപ്രീം കോടതിയിലും എത്തിയത്. എത്തുമ്പോഴെല്ലാം തന്നെ പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇയാൾക്ക് പുറത്തിറങ്ങിയാൽ അത് മൊഴികൾ തിരുത്താനുള്ള ഒരു സാഹചര്യം, ഒപ്പം തന്നെയും ഈ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം, ഇതെല്ലാം തന്നെ സജീവമായി നിലനിൽക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. പല വെളിപ്പെടുത്തലുകൾ നടത്താം. അത് കേസിന്റെ അന്വേഷണത്തെ ബാധിക്കും. അത് കേസിന്റെ ഗതിയെ തന്നെ നിർണ്ണയിക്കുന്ന രീതിയിലേക്ക് അടക്കം പോകുമെന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചിരുന്നു. സ്വാഭാവികമായും പ്രോസിക്യൂഷൻ വിചാരണ കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കും. മാധ്യമങ്ങളോടക്കം സംസാരിക്കരുത് എന്നതടക്കമുള്ള കർശനമായ ഉപാധികൾ വയ്ക്കാം. അങ്ങനെ പല കാര്യങ്ങളിലും അത്തരം കാര്യങ്ങൾ മുന്നോട്ട് വരുന്നൊരു സാഹചര്യമാണുള്ളത്. ഇത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ വിഭാഗവും എല്ലാം തന്നെ ഒരു പ്രാഥമികമായ രീതിയിൽ ഒരു കൂടിയാലോചനകൾ നടത്തിയെന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. അതനുസരിച്ചുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ അത്തരം ആവശ്യങ്ങൾ വിചാരണ കോടതിയിൽ മുന്നോട്ട് വയ്ക്കും. കർശനമായ ഉപാധികൾ മുന്നോട്ട് വയ്ക്കും. പ്രത്യേകിച്ച് സംസ്ഥാനം ഒട്ടാകെ, ഇന്ത്യ ഒട്ടാകെ തന്നെയും ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസ് തന്നെയായിരുന്നു. അതിലെ മുഖ്യപ്രതി പുറത്തേക്ക് വരുമ്പോൾ അത് കേസിന്റെ അന്വേഷണത്തെ അല്ലെങ്കിൽ കേസിന്റെ വിചാരണ ഘട്ടം നിർണായകമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അതിനെ ബാധിക്കരുത് എന്ന് തന്നെയുള്ള ഉപാധികൾ മുന്നോട്ട് വയ്ക്കും. സ്വാഭാവികമായും വിചാരണ കോടതി അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കും. വിചാരണ അനന്തമായി നീണ്ടുപോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു സുപ്രീം കോടതിയിൽ പൾസർ സുനിയുടെ അഭിഭാഷകർ വാദിച്ചത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം വീണ്ടും ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലേക്ക് അടക്കം വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനെ തന്നെ വളരെ ദീർഘദിവസം തന്നെ വിസ്തരിച്ച ഒരു ഘട്ടത്തിലാണ് സുപ്രീം കോടതിയും അത്തരം കാര്യങ്ങൾ ഈ ജാമ്യം പരിഗണിക്കുന്ന വേളയിൽ അത്തരം കാര്യങ്ങളിലെ നിജസ്ഥിതിയും സുപ്രീം കോടതി ആരാഞ്ഞിരുന്നു. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളും ഈ ജാമ്യ വ്യവസ്ഥകൾ വരുമ്പോൾ ഒരുപക്ഷെ വിചാരണ കോടതിക്ക് മുന്നിലേക്ക് അത്തരം പരാമർശങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്തിയേക്കാം. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ഈ ജാമ്യ വ്യവസ്ഥ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിചാരണ കോടതിയിലേക്ക് എത്തും.